ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക്, ഗ്രാമപഞ്ചായത്ത് എന്നിവിടങ്ങളിലേക്ക് മത്സരിക്കുന്ന എൽഡിഎഫ് സ്ഥാനാർത്ഥികളുടെ പ്രകടന പത്രികയുടെ കരട് രേഖാരൂപീകരണ യോഗം വണ്ടിപ്പെരിയാർ സ്പ്രിംഗ്ഡെയിൽ ഹെറിറ്റേജ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു. സിപിഐഎം ഇടുക്കി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ആർ തിലകൻ പ്രകടന പത്രിക സമർപ്പണ വിശദീകരണം നടത്തി. റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു കെജിസ് ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. കെജിസ് ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക. വരുവാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുകളിൽ പീരുമേട്ടിലെ ജില്ലാ, ബ്ലോക്ക്, ഗ്രാമപഞ്ചായത്തുകളിലേക്ക് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെ വിജയിപ്പിച്ച് ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്തുകൾ എന്നിവയിൽ തുടർഭരണം എന്നതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ലക്ഷ്യം. കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾക്ക് തുടർച്ചയെന്ന വണ്ണം കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് തെരഞ്ഞെടുപ്പ് നയം വ്യക്തമാക്കുന്ന എൽഡിഎഫ് പ്രകടന പത്രിക തയ്യാറാക്കുന്നത്. എൽഡിഎഫ് പ്രകടന പത്രിക സമർപ്പണത്തിന്റെ കരട് രൂപരേഖ തയ്യാറാക്കൽ യോഗമാണ് വണ്ടിപ്പെരിയാർ സ്പ്രിംഗ്ഡെയിൽ ഹെറിറ്റേജ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നത്. എൽഡിഎഫിലെ ഘടകകക്ഷികളും വിവിധ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെയും വ്യാപാര സമൂഹ പ്രതിനിധികളും എസ്റ്റേറ്റ്, തൊഴിൽ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെയും ഉൾപ്പെടുത്തി ജനകീയ പ്രകടന പത്രിക സമർപ്പണത്തിനാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രാതിനിധ്യം കൽപ്പിക്കുന്നത്. കരട് പത്രിക രൂപരേഖ തയ്യാറാക്കൽ യോഗത്തിൽ സിപിഐഎം ഇടുക്കി ജില്ലാ കമ്മിറ്റി അംഗം ജി വിജയാനന്ദ് അധ്യക്ഷനായിരുന്നു. അഖിലേന്ത്യാ മഹിളാ അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം കെ എം ഉഷ സ്വാഗതം ആശംസിച്ചു. സിപിഐഎം ഇടുക്കി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ആർ തിലകൻ പ്രകടന പത്രിക സമർപ്പണത്തെക്കുറിച്ച് വിശദീകരിച്ചു. മുൻകാലങ്ങളിൽ ഇത് ചെയ്തിട്ടുണ്ട്. തവണ ഒരു തദ്ദേശ ഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിന് മുമ്പ് രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ അല്ലെങ്കിൽ രാഷ്ട്രീയ മുന്നണി എന്ന നിലയിൽ ഞങ്ങൾ മാത്രം ഒരു പ്രകടന പത്രിക തയ്യാറാക്കിയാൽ അത് ഒരുപാട് പോരായ്മകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഓരോ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെയും എല്ലാ വിഭാഗങ്ങളുമായി ചർച്ച ചെയ്തുകൊണ്ട് ഒരു പ്രകടന പത്രിക തയ്യാറാക്കുന്നതാവും നല്ലത് എന്ന ഞങ്ങളുടെ ഒരു ആലോചനയിൽ നിന്നാണ് ഞങ്ങൾ തയ്യാറാക്കുന്ന പ്രകടന പത്രിക ഒരു കരട് തയ്യാറാക്കി അതിന്മേലൊരു തുടർന്ന് പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തേണ്ട വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് യോഗം ചർച്ച ചെയ്തു. സിപിഐഎം ജില്ലാ കമ്മിറ്റി അംഗം എം തങ്കുതുരൈ, പശുമല ലോക്കൽ കമ്മിറ്റി അംഗം കെ സുധാകരൻ തുടങ്ങിയവർ യോഗത്തിൽ സംസാരിക്കുകയും ചെയ്തു. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ.